നാരായണ 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 സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. വാഗർത്ഥാവിലസംവൃത്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ചോറ്റാനിക്കരമേ ശരണം. എൻ്റെ പരദേവതയ്ക്ക് നമസ്കാരം. കൈ രണ്ടും കൂപ്പി ഞാൻ വീണ്ടും ഇരക്കുന്നു, നിരജലോചന നിന്നോടായി. ഏതിലും അന്യനെ കുമ്പിടേണ്ടാത്തോരു രീതിയിൽ നീ എന്നെ പാലിക്കുന്നായി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഇരേഴൂലകിന്നം വേലൈ വീളങ്ങുന്ന മരുദേശാദാവാപാദപൽമം പേർബീലിയാതന്മാരതാരിലെപ്പോഴും ആവിർഭാവിപ്പാനാനുഗ്രഹിക്കൂ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. വൈശാഖ പുണ്യമാസം ഇന്ന് ആരംഭിച്ചു. എല്ലാ ദിവസവും ഭഗവാനെ നമസ്കരിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ വൈശാഖ കാലത്ത് ഇതിൻ്റെ ഒക്കെ ഇരട്ടി ഫലം കിട്ടുമെന്നാണ് പറയണത്. അമ്പലത്തിൽ പോകാൻ പറ്റാത്ത ആൾക്കാർ അവനവൻ്റെ വീട്ടില് ഗുരുവായൂരപ്പനൊരു ഫോട്ടോ വെച്ചിട്ട് അവിടെ ഇരുന്ന് 10 നാമം ജപിച്ചാൽ പോലും ഭഗവാൻ ഇഷ്ടമാണ് എന്നർത്ഥം. ആ തൃപ്പാദാരവിന്ദത്തിൽ വീണ് നമസ്കരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സുഖം, ഒരു സന്തോഷം, ഒരു സമാധാനം, അതാണ് പട്ടതിരിപ്പാട് പറയണത്. ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സുഖങ്ങളും ഇല്ലാതെയാവും. കുറൂരമ്മ, വില്ലുമംഗലം, സാമൂതിരി, മാനവേദൻ ഇവരൊക്കെ നേരിട്ട് ഭഗവാനെ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. എങ്ങനെയാണ് അവർക്ക് കാണാൻ സാധിച്ചത്? അവർക്ക് ഭഗവാൻ ഇല്ലാത്തൊരു ജീവിതം ഇല്ലാന്നർത്ഥം. എൻ്റെ എല്ലാം ഭഗവാനാണ്. അച്ഛനും അമ്മയും മറ്റുള്ള എല്ലാവരും ഒരു കാലം കഴിഞ്ഞാൽ ഇല്ലാതെയാവും. എന്നും നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരാള് അതെൻ്റെ ഉണ്ണിക്കണ്ണൻ മാത്രമേ ഉള്ളൂ എന്നുള്ള വിചാരത്തോടു കൂടി അവര് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ വൈശാഖ പുണ്യമാസത്തില് ഭഗവാൻ ഭൂമിയിലുണ്ടാവുമെന്നാണ് പറയണത്. വൈശാഖ മാസത്തിന് വേറൊരു പേരും കൂടിയുണ്ട്, മാധവ മാസം എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ പുണ്യകാലത്ത് ഒന്ന് അമ്പലത്തിൽ വരിക, ആ ഭഗവാനെ ഒന്ന് കാണുക, ഒന്ന് നമസ്കരിക്കുക ഒക്കെ ചെയ്ത് പുറത്തേക്ക് കടന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും ഒരു സമാധാനവും ആണെന്നർത്ഥം. എന്താ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴൊരു സന്തോഷം നിശ്ചണ്ടോ? സൗന്ദര്യോത്തരതോപി സുന്ദരതരം സ്വരൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ നഗസ്യ കുതുകം ഉഷ്ണാതി വിഷ്ണോ വിഭോ. അല്ലേ ഗുരുവായൂരപ്പ? അങ്ങനെ കാണുമ്പോ സൗന്ദര്യത്തിൽ വെച്ച് സൗന്ദര്യം, ഐശ്വര്യത്തിൽ വെച്ച് ഐശ്വര്യം, എന്തെന്നില്ലാത്ത ഒരു ആശ്ചര്യം വരെയാണ് എനിക്ക്.
അങ്ങനെയുള്ള ആ ഉണ്ണിക്കണ്ണനെ കാണാൻ കഴിയുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്ന് പറയാണ് മേൽപ്പത്തൂര് പട്ടതിരിപ്പാട്. അപ്പൊ അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പന്റെ നാമങ്ങൾ ജപിക്കുക. ഈ വൈശാഖ പുണ്യമാസത്തില് ഒരു ദിവസം ഒരു തവണയെങ്കിലും ഭഗവാനെ കാണാൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടാന്നർത്ഥം. ഓട്ടൂരതാണ് പറയണത്, ഗുരുവായൂരമ്പലത്തിന്റെ മതിലകത്തെത്തിയാൽ മതി എന്നാണ്. എല്ലാം ഭഗവാനാണ്. ആനക്കൊട്ടിലിനും നെടുങ്കൊടി മരത്തിനും ബലിക്കല്ലിനും സാക്ഷാൽ കോവിലകത്തിനും മതിലകത്തിനും തടാകത്തിനും ചെണ്ടയ്ക്കും ശുഭമദ്ദളത്തിനും ഇടയ്ക്കും മഹാശംഖിനും ശ്രീമദ്വായുപുരത്തിലുള്ള സകലത്തിനും നമിക്കുന്നു ഞാൻ. ഗുരുഭവനപുരിയുടെ അവിടെയുള്ള എല്ലാത്തിലും ഭഗവാനുണ്ട്. ഈ ലോകത്തിലെ സർവചരാചരങ്ങളിലും കൂടിയും ഭഗവാനുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ തന്നെയാണ് നൃത്തം. അങ്ങനെയുള്ള ആ ഉണ്ണിക്കണ്ണനെ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമുക്ക് വിശപ്പും ഉണ്ടാവില്ല, ദാഹം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല നൃത്തം. അങ്ങനെയുള്ള ആ ഭഗവാനെ നമുക്ക് നമസ്കരിക്കാൻ സാധിക്കണം. നമ്മൾ ചെറുതായിട്ടൊന്ന് വിചാരിച്ചാൽ മതി. ഇവർക്കൊക്കെ ഭഗവാനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അവരൊക്കെ VKG പറഞ്ഞ പോലെ തേടി തേടി നടന്നു കാലടികളെ കെട്ടേ ഭവൽ കീർത്തനം പാടി പാടി വരണ്ടുണങ്ങുകിലുണങ്ങിയിടട്ടെ ജിഹ്വാഞ്ജലം കൂടെ കൂടെ നടത്തുമർച്ചന വളർത്തിയിടട്ട കൈ രണ്ടും ഈ കൂടെ ആത്മാവ് വെടിഞ്ഞിടും വരഹരേ നിന്നെ സ്മരിച്ചാവു ഞാൻ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഭഗവാനെ മാത്രം വിചാരിക്കും. ഈ ആത്മാവ് വെടിഞ്ഞു പോണവരെ, ഈ ദേഹം വിട്ടു പോകുന്നത് വരെ ഞാൻ ഭഗവാനെ നമസ്കരിക്കും. അപ്പോ ഇത്രയും പുണ്യമാസമായിട്ടുള്ള ഈ വൈശാഖത്തില് ഒരിക്കലെങ്കിലും ഭഗവാനെ ദർശിക്കാൻ കഴിഞ്ഞാൽ നമ്മളെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെയാണ് പോവാന്നർത്ഥം. നാമങ്ങൾ പാടുന്ന ഭക്തന്റെ അന്ത്യത്തിൽ നാമേയം ശ്രീകൃഷ്ണനെത്തിച്ചേരും. നാരായണായ നമയെന്നു സദാ ജപിച്ചാൽ പാപങ്കിടും പശികിടും വ്യസനങ്ങൾ തീരും. നാവിനുണർച്ച വരുമേറ്റവും അന്ത്യകാലേ ഗോവിന്ദപാദകമലങ്ങൾ തെളിഞ്ഞു കാണാം. അങ്ങനെയല്ല ആ ഉണ്ണിക്കണ്ണന്റെ തൃപ്പാദത്തിൽ നമസ്കരിക്കാൻ, അത് മാത്രമേ അടിയെന്ന് പറയാനുള്ളൂ നൃത്തം. ആ നാമങ്ങൾ ജപിക്കാൻ, ആ തൃപ്പാദാരവിന്ദത്തിൽ വീണ് നമസ്കരിക്കാൻ ഈ പുണ്യസുദിനങ്ങളില് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ലോകത്തിലെ സർവ്വ